ഇന്ത്യൻ സായുധ സേന ഒരു വൻ കുതിപ്പിന് തയ്യാറെടുക്കുകയാണ്. 65,000 കോടി രൂപയുടെ ആധുനിക ആയുധങ്ങൾ വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയം ഗ്രീൻ സിഗ്നൽ നൽകി. 87 ഹെവി ഡ്യൂട്ടി സായുധ ഡ്രോണുകളും 110ലധികം എയർ ലോഞ്ച്ഡ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും ഉൾപ്പെടെ പുതിയ ആയുധങ്ങൾ സ്വന്തമാക്കും. ഓപ്പറേഷൻ സിന്ദൂറിൽ പ്രധാനമായി ഉപയോഗിച്ച ഹെവി ഡ്യൂട്ടി ഡ്രോണുകൾ ഉൾപ്പെടെ 67,000 കോടി രൂപയുടെ ആയുധ വാങ്ങലിനാണ് പ്രതിരോധ മന്ത്രാലയം ചൊവ്വാഴ്ച പ്രാഥമിക അനുമതി നൽകിയത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിരോധ പ്രൊക്യൂർമെന്റ് കൗൺസിൽ ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു. തെർമൽ ഇമേജർ അധിഷ്ഠിത ഡ്രൈവർ നൈറ്റ് സൈറ്റ് വാങ്ങുന്നതിനും അനുമതി ലഭിച്ചു. ആദ്യം ഇന്ത്യൻ സൈന്യം 87 ഹെവി ഡ്യൂട്ടി മെയിൽ ഡ്രോണുകൾ 20,000 കോടി രൂപ ചെലവിൽ 60% തദ്ദേശീയമായി നിർമ്മിക്കും. മിസൈലുകളും ലേസർ ബോംബുകളും ഉപയോഗിച്ച് ദീർഘദൂര ആക്രമണങ്ങൾ, നിരീക്ഷണം, ഇന്റലിജൻസ് ശേഖരം ഇവയെല്ലാം ഈ ഡ്രോണുകൾ കൈകാര്യം ചെയ്യും. 2025 ഓപ്പറേഷൻ സിന്ദൂറിൽ ഇവ തിളക്കമാർന്ന നേട്ടങ്ങൾ കൈവരിച്ചിരുന്നു. കൂടാതെ BMP വാഹനങ്ങൾക്ക് തെർമൽ നൈറ്റ് സൈറ്റുകൾ രാത്രി യുദ്ധത്തിന് കൂടുതൽ ശക്തി പകരും. 10,800 കോടി രൂപയ്ക്ക് 110ലധികം ബ്രഹ്മോസ് മിസൈലുകൾ വാങ്ങും. 450 കിലോമീറ്റർ ദൂരം തകർക്കാൻ ഈ സൂപ്പർസോണിക് മിസൈലുകൾക്ക് സാധിക്കും. സുഖോയ് 30 MKI വിമാനങ്ങളിൽ ഇവ സംയോജിപ്പിക്കും. മൗണ്ടൻ റഡാറുകൾ ചൈനയുമായുള്ള മലയോര അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കും. സ്പൈഡർ ആയുധ സംവിധാനവും നവീകരിച്ച് ശത്രു ഡ്രോണുകളെയും ഉയരങ്ങളിൽ ഭീഷണികളെയും തടയും. ഇന്ത്യൻ നാവികസേനയ്ക്കായി കോമ്പാക്ട് ഓട്ടോണമസ് സർഫസ് ക്രാഫ്റ്റ് ബ്രഹ്മോസ് ഫയർ കൺട്രോൾ സിസ്റ്റം, ലോഞ്ചറുകൾ, ബരാക് 1 ഡിഫൻസ് മിസൈൽ സിസ്റ്റത്തിന്റെ നവീകരണം എന്നിവയ്ക്കും അനുമതി നൽകി. കോമ്പാക്ട് ഓട്ടോണമസ് സർഫസ് ക്രാഫ്റ്റ് അന്തർവാഹിനി വിരുദ്ധ യുദ്ധ ദൗത്യങ്ങളിൽ ഭീഷണികൾ കണ്ടെത്താനും നിർവീര്യമാക്കാനും സഹായിക്കും. കോമ്പാക്ട് ഓട്ടോണമസ് സർഫസ് ക്രാഫ്റ്റ് എന്നാൽ അന്തർവാഹിനി വിരുദ്ധ യുദ്ധത്തിനുള്ള റോബോട്ടിക് ബോട്ടുകളാണ്. ഇവ ശത്രുക്കളുടെ അന്തർവാഹിനികളെ കണ്ടെത്തി അതിനെ നിർവീര്യമാക്കാൻ സഹായിക്കും. 650 കോടി രൂപയ്ക്ക് ബ്രഹ്മോസ് ഫയർ കൺട്രോൾ സിസ്റ്റവും ലോഞ്ചറുകളും പഴയ കപ്പലുകളിൽ ഘടിപ്പിക്കും. ബറാക് 1 മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിന്റെ നവീകരണവും കടലിന്റെ സുരക്ഷ കൂടുതൽ ഉറപ്പാക്കും. 2025 മെയ്യിൽ പാകിസ്ഥാന്റെ ആക്രമണത്തിന് മറുപടിയായി ബ്രഹ്മോസ് മിസൈലുകൾ 11 പാക് എയർബേസുകളെ തകർത്തു. ആകാശ്, സമർ, S-400 തുടങ്ങി പ്രതിരോധ സംവിധാനങ്ങൾ പാക് ഡ്രോണുകളെ നിർവീര്യമാക്കി. ഈ ആയുധങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിൽ നിർണായക പങ്ക് വഹിക്കും. റഷ്യ, ഫ്രാൻസ് എന്നിവയുമായുള്ള സഹകരണവും തദ്ദേശീയ ആയുധ നിർമ്മാണവും ഇന്ത്യക്ക് പുതിയ ഭാവി നിർണയിച്ചേക്കും. Waytonikah.com, the exclusive Muslim matrimonial site.